കാശ്മീരിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നത്. നമ്മൾ നേരത്തെ ജെയിംസ് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം അത് തന്നെയാണ്. ജമ്മു മുതൽ ഗുജറാത്ത് വരെ പാക് അതിർത്തികളിൽ പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ആക്രമണങ്ങളെയും ഇന്ത്യയുടെ 3 വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ചേർന്ന് ഇപ്പോൾ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നു. അതിലൊന്ന് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജെയിംസ് S-400 എന്ന് വെച്ചാൽ റഷ്യയുടെ സഹായത്തോടു കൂടി 2018 കരാർ ഒപ്പിട്ട് നമ്മൾ വാങ്ങിച്ച S-400 എന്ന് പറയുന്നത് വളരെ സമർത്ഥമായി ഇസ്രായേലിന്റെ അയൺ ഡോമിന് സമാനമായി തന്നെ പ്രവർത്തിക്കുന്നതാണെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. ഇതിപ്പോൾ ഇന്നും കണ്ടു. അതോടൊപ്പം തന്നെ ZSU-23 സിൽക്ക എന്ന് വിളിപ്പേരുള്ള മറ്റൊരു പ്രതിരോധ സംവിധാനമുണ്ട്. അത് ഒരു ആന്റി എയർക്രാഫ്റ്റ് ഗണ്ണ് പോലെ പ്രവർത്തിക്കുന്ന ടാങ്കറുകളിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ ആയുധമാണ്. അതുപയോഗിച്ച് നമ്മൾ വെടിവെച്ചിടുന്നുണ്ട് പാകിസ്ഥാന്റെ ഡ്രോണുകളെ, മിസൈലുകളെ. അതോടൊപ്പം തന്നെ L-17 എന്ന് പറയുന്ന ബോഫോഴ്സ് 4mm ഓട്ടോമാറ്റിക് ഗൺ, അതും നിലത്ത് നിന്നുകൊണ്ട് സർഫേസിൽ നിന്നുകൊണ്ട് അന്തരീക്ഷത്തിലൂടെ പറക്കുന്ന വിമാനങ്ങളെ വെടിവെച്ചിടാൻ കഴിയുന്നതാണ്. അത് ഇന്ത്യയുടെ സേനയുടെ പക്കലുണ്ട്. അതുകൂടി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ വ്യോമാക്രമണം, പാകിസ്ഥാന്റെ വ്യോമാക്രമണം വിജയകരമായി. നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം പഴുതടച്ച സംവിധാനമാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി ഉറപ്പിക്കുകയാണ്. കാരണം തുടർച്ചയായി 2ാം ദിവസമാണ് പാകിസ്ഥാന്റെ ശക്തമായ വ്യോമാക്രമണത്തെ നമ്മൾ ചെറുക്കുന്നത്. അതേസമയം തന്നെ നോക്കുക, ഇന്ന് നമ്മൾ നമ്മുടെ ആദ്യ ശ്രമത്തിൽ തന്നെ പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ, ചൈനീസ് നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനത്തെ നമ്മൾ തകർത്തതാണ്. ഇന്ന് മാത്രമല്ല, ഇപ്പോൾ ചില വിവരങ്ങൾ കൂടി അപ്ഡേറ്റ് പുതിയത് വരുന്നുണ്ട്. അതായത് പാകിസ്ഥാന് മുന്നറിയിപ്പുമായി വിദേശകാര്യമന്ത്രി എന്നതാണ്. ഉറച്ച തിരിച്ചടി ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ കൃത്യമായി പ്രധാനമന്ത്രി കൂടി ഇതേ സമയം തന്നെ അപ്ഡേറ്റ് ചെയ്യുകയാണ് എന്നുള്ളത് ഓർക്കേണ്ടതുണ്ട്. ഇരുവരും കൃത്യമായി ഇന്ത്യയുടെ നീക്കങ്ങൾ, പാകിസ്ഥാന്റെ നീക്കങ്ങളൊക്കെ ഡൽഹി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിതിൻ, എന്താണ് ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ വരുന്നത്? നമ്മൾ തുടക്കം മുതൽ പറയുന്നത് കറാച്ചിയിലും സിയാൽകോട്ടിലും ആക്രമണമെന്ന് വിജയ് അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ജിതിൻ, അതിന്റെ വിവരം കൂടി ചേർത്ത് പറയാം. ജെയിംസ്, കൂടുതൽ പാകിസ്ഥാനിലെ കൂടുതൽ നഗരങ്ങളിലേക്ക് ഇന്ത്യയുടെ പ്രത്യാക്രമണം വ്യാപിക്കുകയാണ് എന്ന അപ്ഡേറ്റുകളാണ് വരുന്നത്. ഏറ്റവും ഒടുവിൽ വിജയ് അപ്ഡേറ്റ് ചെയ്യുന്നതനുസരിച്ച് കറാച്ചിയിലും സിയാൽകോട്ടിലും പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട നഗരങ്ങളാണ്. അവിടെ ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിന്റെ ആഘാതം എത്തിയിരിക്കുന്നു. നേരത്തെ ലാഹോറിലും ഇസ്ലാമാബാദിലും ഇന്ത്യയുടെ ആക്രമണം നടന്നതായി നാം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന് പിന്നാലെ കൂടുതൽ നഗരങ്ങളിലേക്ക്, അതായത് എങ്ങനെയുള്ള ആക്രമണ നീക്കമാണോ പാകിസ്ഥാൻ ഇന്ത്യയിൽ നടത്തിയത്, ഇന്ത്യയിൽ ഒരേ സമയം കൂടുതൽ നഗരങ്ങളിലേക്ക്, അതിർത്തി മേഖലകളിലെ കൂടുതൽ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലേക്ക് ഒരു ആക്രമണത്തിനുള്ള ശ്രമമാണ് പാകിസ്ഥാൻ നടത്തിയത്. അതിന് മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ അതേ രീതിയിൽ തന്നെ ഇന്ത്യ ഇപ്പോൾ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങളിലേക്കെല്ലാം തന്നെ ഇപ്പോൾ ഇന്ത്യൻ ആക്രമണത്തിന്റെ ആഘാതം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കൂടുതൽ നഗരങ്ങൾ ഇപ്പോൾ നമുക്ക് എണ്ണി പറയാവുന്നതാണ്. ലാഹോറിൽ ആദ്യം ഇന്ത്യയുടെ പ്രഹരമേറ്റെങ്കിൽ അതിന് പിന്നാലെ ഇസ്ലാമാബാദിൽ, ഇപ്പോൾ ഇതാ കറാച്ചിയിൽ, സിയാൻകോട്ടിലേക്കെല്ലാം തന്നെ ഇന്ത്യയുടെ മിസൈൽ വർഷം എത്തിക്കൊണ്ടിരിക്കുന്നു. അതായത് ഒരു അപ്രഖ്യാപിത യുദ്ധം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് നമുക്ക് പറയാനാവുക. ഒരേ സമയമാണ് ഇതെല്ലാം തന്നെ നടക്കുന്നത്. 8:30യോടുകൂടിയാണ് പാകിസ്ഥാന്റെ വ്യാപകമായ ആക്രമണം ഇന്ത്യയുടെ ആകാശത്തേക്ക് വന്നത്. അത് പ്രതിരോധിക്കാൻ, ഇതുവരെ പൂർണ്ണമായി പ്രതിരോധിക്കാൻ, വിജയകരമായി അതെ തടയാൻ ഇന്ത്യക്ക് സംസാരിച്ചൊരു കാര്യമുണ്ട്. ഈ സമയത്ത് നടക്കുന്ന ചില നയതന്ത്ര നീക്കങ്ങൾ സംബന്ധിച്ചോ നേരത്തെ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിയുമായി ഒക്കെ അദ്ദേഹത്തിന്റെ ഇടപെടലൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ്. കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിരുന്നു. ഇപ്പോൾ അറിയാൻ കഴിയുന്നത് യൂറോപ്യൻ യൂണിയനും ഇടപെട്ടു എന്നുള്ളതാണ്. വിദേശകാര്യമന്ത്രിയുമായി യൂറോപ്യൻ യൂണിയന്റെ പ്രതിനിധി സംസാരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം ഏത് വിധേനയും അവസാനിപ്പിക്കുക എന്നുള്ള ശ്രമത്തിൽ പലതരത്തിലുള്ള ഇടപെടൽ, ലോകരാജ്യങ്ങളുടെ ഇടപെടൽ, യൂറോപ്യൻ യൂണിയന്റെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ അതേ ജെയിംസ്, ഒരു അപ്രഖ്യാപിത യുദ്ധം എന്ന് നാം പറയുമ്പോൾ ലോകരാജ്യങ്ങളും അതേ ഒരു വീക്ഷണകോണിൽ തന്നെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷാന്തരീക്ഷം രൂക്ഷമാവുന്നതിനെ കാണുന്നത് എന്നതാണ് ഇപ്പോൾ നടക്കുന്ന നയതന്ത്ര ഇടപെടലുകളിൽ കൂടി നാം വായിക്കേണ്ടത്. അതായത് ആദ്യം US സ്റ്റേറ്റ് സെക്രട്ടറി നേരിട്ട് ഇടപെടുന്നു. US സ്റ്റേറ്റ് സെക്രട്ടറി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായും ഒപ്പം തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായും സംസാരിക്കുന്നു. ഈ സംഘർഷാന്തരീക്ഷം ലഘൂകരിക്കണം എന്ന് പറയുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ യൂറോപ്യൻ യൂണിയനും ഇടപെടുകയാണ്. യൂറോപ്യൻ യൂണിയന്റെ പ്രതിനിധി വിദേശകാര്യമന്ത്രിയുമായി സംസാരിച്ചിരിക്കുകയാണ്. എല്ലാവരും തന്നെ ആവശ്യപ്പെടുന്നത്, അതായത് ലോകം തന്നെ ആവശ്യപ്പെടുന്നത് ഒരു യുദ്ധത്തിലേക്ക് പോകരുത് എന്നതാണ്. പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുള്ള ഏകപക്ഷീയമായ ആക്രമണങ്ങൾ, വലിയ പ്രകോപനങ്ങൾ, അതിന് മറുപടി നൽകിയേ തീരൂ എന്ന മറുപടിയാണ് വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പാകിസ്ഥാന്റെ പ്രകോപനങ്ങൾക്ക് ഉറച്ച മറുപടി ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നതാണ് അദ്ദേഹം ആവർത്തിക്കുന്നത്. അതായത് പഹൽഗാമിൽ ആദ്യം ഒരു പ്രകോപനം നടത്തിയത്, ഒരു യഥാർത്ഥ എസ്കലേഷൻ നടത്തിയത് പാകിസ്ഥാനാണ്. അതിന് ഭീകരർക്കുള്ള ഒരു മറുപടിയാണ് ഓപ്പറേഷൻ സിന്ദൂരിലൂടെ ഇന്ത്യ നൽകിയത് എങ്കിൽ അതിനുശേഷം
ജനവാസ മേഖലകളടക്കം കേന്ദ്രീകരിച്ച പാകിസ്ഥാൻ വ്യാപകമായ ആക്രമണം നടത്തുന്നത് നാം കണ്ടു. ഇതുവരെ 16 നിരപരാധികളുടെ ജീവനുകൾ ജമ്മുകശ്മീരിലെ പൂഞ്ചിലടക്കം ഇന്ത്യക്ക് നഷ്ടമായി. അതിനുള്ള ഒരു മറുപടി അല്ലെങ്കിൽ അതിനുശേഷവും നടത്തിയ പാകിസ്ഥാന്റെ ഏകപക്ഷീയമായ ആക്രമണത്തിലുള്ള പ്രത്യാക്രമണം ഇന്ന് രാവിലെ ഇന്ത്യ നൽകി. അതിനുശേഷമാണ് ഇന്ന് രാത്രി നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്തടക്കം ഇന്ത്യയിലെ അതിർത്തി മേഖലകൾ കേന്ദ്രീകരിച്ച് വലിയ പ്രത്യാക്രമണം ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ഒരു തിരിച്ചടി ഇന്ത്യ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക് ലാഹോറിലും കറാച്ചിയിലും സിയാൻകോട്ടിലും ഇസ്ലാമാബാദിലും അടക്കം പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട സൈനിക താവളങ്ങളിലേക്ക് അടക്കം ഇന്ത്യയുടെ മിസൈൽ വർഷം ഡ്രോൺ ആക്രമണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതായത് ഇന്ത്യയും പാകിസ്ഥാനും ഇപ്പോൾ ആകാശത്ത് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം, ഒരു അപ്രഖ്യാപിത യുദ്ധം എന്ന് പറയാവുന്ന രീതിയിൽ ഉള്ള സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അത് മുന്നിൽ കണ്ടുകൊണ്ട് ഇത് കൂടുതൽ സംഘർഷത്തിലേക്ക് പോയാലുള്ള അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ തന്നെ ഇപ്പോൾ ഇടപെടുന്നത്. അമേരിക്ക ഇടപെടുന്നു, യൂറോപ്യൻ യൂണിയൻ ഇടപെടുന്നു. എല്ലാവരും ഒരു യുദ്ധം ഒഴിവാക്കണം, ഈ എസ്കലേഷൻ ഒഴിവാക്കണം, ഈ സംഘർഷ സാധ്യത ലഘൂകരിക്കണം എന്ന് ഇന്ത്യയോടും പാകിസ്ഥാനോടും ആവശ്യപ്പെടുകയാണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ഇത് ഇന്ത്യക്ക് മേൽ നടക്കുന്ന കടന്നാക്രമണമാണ്, പാകിസ്ഥാന്റെ ഏകപക്ഷീയമായ ഭീകര പ്രവർത്തനമാണ്. അതിനുള്ള മറുപടിയാണ് ഇന്ത്യ നൽകിയത്. അത് മറുപടി മാത്രമാണ്. നമ്മൾ ആദ്യം മുതൽ പറയുന്നുണ്ട്, ഇന്ത്യ ഒരിക്കലും ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല. ആ വിധത്തിൽ ഒരു രാജ്യത്തെ കയറി പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നമ്മുടെ സുരക്ഷിതത്വത്തിന് നേരെ, നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് നേരെ, നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ജീവൻ എടുക്കുന്ന തരത്തിലൊരു ആക്രമണം ഉണ്ടാകുമ്പോൾ അത് പാടില്ല എന്ന മുന്നറിയിപ്പാണ് തിരിച്ചറിയിലൂടെ രാജ്യം നൽകുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം സേനാ വക്താക്കൾ ഒപ്പം ഇന്ന് പ്രതിരോധ മന്ത്രിയും ഒക്കെ വ്യക്തമാക്കി, വിദേശകാര്യമന്ത്രിയും ഒക്കെ വ്യക്തമാക്കിയ കാര്യമുണ്ട്. ഇന്ത്യയെ പ്രകോപിപ്പിക്കരുത്, അമിത സാഹസത്തിന് മുതിർത്, എങ്കിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് കൃത്യമായി തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്നലെ അതാണ് ഇന്ത്യയുടെ 15 സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ നീക്കത്തിന് ഇന്ത്യ തിരിച്ചടി നൽകിയത്. ഇന്ന് വീണ്ടും അതേ തരത്തിൽ തന്നെ രാത്രി വൈകി ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്തുമ്പോഴുള്ള തിരിച്ചടി മാത്രമാണ് ഇപ്പോൾ ഇന്ത്യ നൽകിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ആ തിരിച്ചടി ഇസ്ലാമാബാദിൽ, ലാഹോറിൽ, കറാച്ചിയിൽ അടക്കം മറ്റ് പ്രധാനപ്പെട്ട തന്ത്രപ്രധാനപ്പെട്ട 10ഓളം പാക് നഗരങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള സ്ഥിരീകരിക്കാത്ത സൂചനകളാണ് ഇപ്പോൾ നമ്മൾ പങ്കുവെക്കുന്നത്. ഔദ്യോഗികമായ വിവരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ കൂടുതൽ പറയുകയുള്ളൂ. അത് ഈ രാജ്യത്തോട് ഉള്ള ഉത്തരവാദിത്തമാണ്. നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിലേക്കാണ് ഈ സമയം നമ്മൾ ഉറ്റുനോക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ നടക്കുന്നതിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നത് ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങളെ അത്രയും പാകിസ്ഥാൻ ലക്ഷ്യമിട്ടു. പാകിസ്ഥാൻ ഭാഗത്ത് കനത്ത ബോംബിംഗ് എന്നാണ് റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ യുദ്ധവിമാനങ്ങളും അപ്പുറത്തേക്ക് പോയിട്ടുണ്ടാകണം. ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ നേരത്തെ ജമ്മു വിമാനത്താവളത്തിൽ നിന്ന് മിഗ് വിമാനങ്ങളും റഫാൽ വിമാനങ്ങളും പറന്നുയർന്നതിന്റെ വിവരങ്ങളുണ്ടായിരുന്നു. അത് പ്രതിരോധത്തിന്, പാക് യുദ്ധവിമാനങ്ങളെ പ്രതിരോധിക്കുന്നതിന്, മിസൈലുകളെ പ്രതിരോധിക്കുന്നതിനെന്നായിരുന്നു ആദ്യ സൂചനകൾ. പക്ഷേ അതിനപ്പുറത്ത് പാക് ആക്രമണത്തിന്റെ വ്യാപ്തി ബോധ്യപ്പെട്ടതോടെ, ഇന്ത്യയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണെന്ന പാകിസ്ഥാന്റെ ലക്ഷ്യം ബോധ്യപ്പെട്ടതോടെ, ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങളെ അത്രയും പാകിസ്ഥാൻ ലക്ഷ്യം വെക്കുന്നുവെന്ന് ബോധ്യപ്പെട്ടതോടെ ഇന്ത്യ പ്രത്യാക്രമണം തുടങ്ങിക്കഴിഞ്ഞുവെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ലാഹോറിൽ കനത്ത വ്യോമാക്രമണമാണ്, ഇസ്ലാമാബാദിൽ കനത്ത വ്യോമാക്രമണമാണ്. ഇന്ത്യയുടെ മിസൈൽ വർഷം സിയാൽകോട്ടിലും കറാച്ചിയിലും നടക്കുന്നു. തുടർ സ്ഫോടനങ്ങൾ അവിടെ നിന്ന് കേൾക്കാമെന്ന് പാക് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നു. RP വിനോദും ബിനിരാജും പ്രശാന്ത് രഘുവംശവും ധനേഷ് രവീന്ദ്രനും നമുക്കൊപ്പം തുടരുകയാണ്. ഇപ്പോൾ ജോഷി കുര്യൻ കൂടി ചേരുന്നത്. ജോഷി, ഇപ്പോഴത്തെ ഈ സംഘർഷമെന്ന് പറയാൻ കഴിയില്ല, യുദ്ധസമാനമായ സാഹചര്യമാണ്. അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ കൂടി ജോഷിക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം? അബ്ജോദ്, യുദ്ധം എന്ന് പേരിട്ടിട്ടില്ലെങ്കിൽ കൂടി യുദ്ധസമാനമായ സാഹചര്യത്തിൽ കൂടിയാണ് ഈ ജമ്മുവും ശ്രീനഗറും ഒപ്പം തന്നെ പഞ്ചാബ് അതിർത്തിയും രാജസ്ഥാൻ അതിർത്തിയും അടക്കം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം യുദ്ധസമാനമായ സാഹചര്യം തന്നെയാണ്. പാകിസ്ഥാൻ ഇന്ത്യക്ക് മേൽ ഏൽപ്പിക്കാൻ ശ്രമിച്ച ഈ ഡ്രോണുകൾ അടക്കമുള്ള ആയുധങ്ങൾ കൊണ്ട് ആയുധത്തെ പൂർണ്ണമായും ചെയ്ത് അതിനെ ന്യൂട്രലൈസ് ചെയ്യുക എന്നാണ് പറയുന്നത്. അതിനെ തകർത്തുകൊണ്ട് ആ സ്ഥിതിവിശേഷം ന്യൂട്രലൈസ് ചെയ്യാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പ്രതീക്ഷിക്കുന്നത് ഇന്ന് രാത്രി വളരെ നിർണായകമാണ്. വരുന്ന അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മനസ്സിലാക്കുന്നത് അനുസരിച്ചാണെങ്കിൽ ജമ്മുവിൽ നടക്കം പ്രത്യേകിച്ച് വ്യോമാക്രമണത്തിന് ഇന്ത്യ ഒരുങ്ങുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പ്രത്യേകിച്ചും വ്യോമസേന ജമ്മുവിൽ നടക്കം തയ്യാറായി കഴിഞ്ഞു, ശ്രീനഗറിൽ തയ്യാറായി കഴിഞ്ഞു. അവിടെയുള്ള എയർപോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അടച്ചിരുന്നു, അവിടെ തയ്യാറായി കഴിഞ്ഞു. പഠാൻകോട്ടിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എയർബേസ് ആണ് പഠാൻകോട്ടിലും തയ്യാറായി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന് ഏറ്റവും അടുത്തുള്ള മേഖലയാണ് പഠാൻകോട്ട് എയർബേസ് എന്ന് പറയുന്നത്. മുമ്പ് ആക്രമണങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ, യുദ്ധമുണ്ടായ ഘട്ടത്തിലൊക്കെ തന്നെ ആദ്യമായി വിമാനങ്ങൾ, പ്രത്യേകിച്ച് യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ ലക്ഷ്യമാക്കി പറന്നുയർന്നത് പഠാൻകോട്ടിൽ നിന്നായിരുന്നു. പഠാൻകോട്ടിൽ അടക്കം ഇപ്പോൾ യുദ്ധസമാനമായ
ദുഃഖകരമായ സാഹചര്യമാണ്. മിക്ക നഗരങ്ങളിലും, പ്രത്യേകിച്ചും ഈ അതിർത്തിയോട് ചേർന്ന മിക്ക നഗരങ്ങളിലും ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചു വരുന്നു. ആളുകളോട് എല്ലാവരും തന്നെ വീടിനകത്തേക്കോ കടയ്ക്കകത്തേക്കോ കയറി ഒതുങ്ങിയിരിക്കാൻ ഉള്ള സൈറണുകൾ അടക്കം മുഴക്കിക്കൊണ്ടുള്ള നിർദ്ദേശം വന്നിരിക്കുന്നു. എന്തായാലും പാകിസ്ഥാന്റെ ഇതുവരെയുള്ള മുഴുവൻ ആക്രമണങ്ങളെയും കൃത്യമായി പ്രതിരോധിക്കാൻ, ന്യൂട്രലൈസ് ചെയ്യാൻ ഇന്ത്യൻ സേനയ്ക്ക് കഴിഞ്ഞു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ജമ്മുവിൽ നിന്നും ഒപ്പം തന്നെ പഠാൻകോട്ടിൽ നിന്നും അമൃത്സറിൽ നിന്നും എല്ലാം പുറത്തു വരുന്നത്. ഇനി അറിയേണ്ടത് ഇന്ന് രാത്രി 12 മണിക്കൂറുകളിൽ ലാഹോർ ലക്ഷ്യമാക്കി, റാവൽപിണ്ടി ലക്ഷ്യമാക്കി ഇന്ത്യ ഏത് തരത്തിലുള്ള ആക്രമണത്തിനാണ് ഒരുങ്ങുന്നത്. പ്രത്യേകിച്ചും സ്വാഭാവികമായും ഇപ്പോഴും തന്നെ വ്യോമാക്രമണത്തിന് തന്നെയായിരിക്കും ഇന്ത്യ പ്രാധാന്യം കൊടുക്കുക. പ്രത്യേകിച്ചും ഇപ്പോൾ ഒരു വ്യോമാക്രമണം എന്ന രീതിയിൽ തന്നെയാണ് ഇരു കൂട്ടരും ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അറിയേണ്ടത് ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവിടേക്ക് മിസൈൽ ആക്രമണം നടത്തുമോ, ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കടത്തിയാക്രമണം. പ്രത്യേകിച്ചും ഇന്നലെ രാത്രി നാം കണ്ടതാണ് ലാഹോറിലടക്കം ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ ആക്രമണങ്ങൾ നാം കണ്ടത്. അതിന് സമാനമായി കൂടുതൽ കരുത്തുറ്റ ആയുധങ്ങളുമായി ഇന്ത്യ വീണ്ടും പാകിസ്ഥാന് നേർക്ക് ഇന്ന് രാത്രി വരുന്ന മണിക്കൂറുകളിൽ പറന്നെടുക്കുമോ എന്നുള്ളത് കൂടി തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. വരുന്ന മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. പ്രത്യേകിച്ചും ലോകമൊട്ടാകെ തന്നെ ഇപ്പോൾ ഈ സംഘർഷത്തെ വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അമേരിക്കയടക്കം ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ ജോഷി, കൂടുതൽ വിവരങ്ങൾ വരുന്നുണ്ട്. പാകിസ്ഥാനിലേക്കുള്ള ഇന്ത്യൻ പ്രത്യാക്രമണത്തിന്റെ വിവരങ്ങൾ. ശക്തമായ മിസൈൽ വർഷമാണ് കറാച്ചിയിൽ, ലാഹോറിൽ, സിയാൽകോട്ടിൽ, പാക് തലസ്ഥാനത്ത് ഇസ്ലാമാബാദിലടക്കം നടക്കുന്നത്. ഡ്രോൺ ആക്രമണവും ഇന്ത്യ ശക്തമാക്കിയിട്ടുണ്ട്. നാവികസേന ചിലതിന് തയ്യാറെടുക്കുന്നുവെന്ന സൂചനകൾ വരുന്നുണ്ട്. ഈ രാത്രിയിൽ ബിനുരാജ് നമുക്കൊപ്പം ചേരുന്നു. ബിനുരാജ്, ആവർത്തിച്ച് ഇന്ത്യ പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകിയതാണ്. ഇങ്ങോട്ട് ആക്രമിച്ചാൽ, പ്രകോപിപ്പിച്ചാൽ തിരിച്ചടിക്കും, താങ്ങാനാവുന്നതിന് വലിയ പ്രത്യാക്രമണം നേരിടേണ്ടി വരും. ഇന്ത്യ അത് വാക്ക് പാലിക്കുന്നു. പാകിസ്ഥാൻ പ്രകോപിപ്പിച്ചു, അതിസാഹസം കാട്ടി. ഇന്ത്യയുടെ അതിർത്തി ജില്ലകൾ അത്രയും, അതിർത്തി സംസ്ഥാനങ്ങളിൽ അത്രയും ഡ്രോണുകൾ വർഷിക്കാൻ ശ്രമിച്ചു, മിസൈലുകൾ കൊണ്ട് ആക്രമിക്കാൻ ശ്രമിച്ചു. യുദ്ധവിമാനങ്ങൾ അതിർത്തി കടന്നെത്തി. അതെല്ലാം ചെറുത്തു തോൽപ്പിച്ച ശേഷം, അവയെല്ലാം തുരത്തിയ ശേഷം ഇന്ത്യ ഇതാ തിരിച്ചടിക്കുന്നു. ബിനുരാജ്, അത് തീർച്ചയായും ഈ പാക് പ്രകോപനത്തിന് തക്ക തിരിച്ചടി നൽകുമെന്ന് അല്പസമയം മുമ്പ് തന്നെ ജയശങ്കർ കറാച്ചിയിലും തിരിച്ചടിക്കുന്നു എന്നുള്ളതാണ്. അത് വളരെ അതിശക്തമായ മിസൈൽ ആക്രമണമാണ് ഇവിടെ നടക്കുന്നത്. ഒപ്പം ഡ്രോൺ ആക്രമണവും ശക്തമാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം, ലാഹോറൊക്കെ തന്നെ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ശ്രദ്ധ ഈ കേന്ദ്രം ആക്രമണ കേന്ദ്രമായി മാറുന്നു. അവിടെ നിന്ന് ആളുകളെ തിരിച്ചെത്താം. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ഈ ഘട്ടത്തിൽ വരുന്നു. ഒരുപക്ഷെ ബാലാക്കോട്ട് ആക്രമണത്തിൽ ഇന്ത്യ നേരിട്ട ഒരു സവിശേഷ സാഹചര്യമുണ്ട്. ഇന്ത്യയുടെ ഒരു പൈലറ്റ് പാകിസ്ഥാന്റെ പിടിയിലായ സാഹചര്യം. ഇന്നിപ്പോ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം, പാകിസ്ഥാന്റെ ഒരു പൈലറ്റ്, രാജസ്ഥാൻ ഒരു പാകിസ്ഥാനി പൈലറ്റ് ഇന്ത്യയുടെ കസ്റ്റഡിയിലായ വിവരമാണ്. പ്രശാന്ത് രഘുവംശം നൽകുന്ന വിവരങ്ങൾ. പ്രശാന്ത് പറയും. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ചില മാധ്യമങ്ങൾ നൽകുന്നത്. എന്തായാലും ഇപ്പോൾ രാജസ്ഥാനിൽ പാകിസ്ഥാനി പൈലറ്റ് ഇന്ത്യയുടെ കസ്റ്റഡിയിലായിരിക്കുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങളും ഇതോടൊപ്പം ഡ്രോണും മിസൈലും ഒക്കെ ഉപയോഗിച്ചുള്ള ഒരു ആക്രമണമാണ് പാകിസ്ഥാൻ നടത്തിയത്. പാകിസ്ഥാന്റെ ഈ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി ഇന്ത്യ നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും അതിനുശേഷം ഇപ്പോൾ ഒരു പാകിസ്ഥാനി പൈലറ്റിനെ ഇന്ത്യയുടെ കസ്റ്റഡിയിൽ എടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പാകിസ്ഥാനി പൈലറ്റ് ഒരുപക്ഷെ ഈ ഒരു വിമാനം തകർന്നപ്പോൾ അതിൽ നിന്ന് ചാടിയതായിരിക്കണം. ജീവനോടെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് പാകിസ്ഥാനി പൈലറ്റ്, ഒരു യുദ്ധവിമാനത്തിന്റെ പൈലറ്റ് ഇന്ത്യയുടെ പിടിയിലായിരിക്കുന്നു എന്ന സൂചന വരുന്നു. രാജസ്ഥാനിലെ ജയ്സാൽമീറിലാണ് ഇപ്പോൾ ഈ ഒരു പൈലറ്റ് ഇന്ത്യയുടെ കസ്റ്റഡിയിലായിരിക്കുന്നത്. അതുകൊണ്ട് രാജസ്ഥാനിൽ പാകിസ്ഥാനി യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യയുടെ സൈനിക കേന്ദ്രം, കരസേന ആസ്ഥാനം, വ്യോമസേന ആസ്ഥാനം ഇതൊക്കെ തന്നെ തകർക്കാനുള്ള ഒരു നീക്കം നേരത്തെ നടത്തിയിരുന്നു. അപ്പോൾ ആ ഒരു വ്യോമസേനയുടെയും കരസേനയുടെയും ഒക്കെ ഇവിടുത്തെ പ്രധാന കേന്ദ്രങ്ങൾ തകർക്കാനുള്ള നീക്കം ചെറുക്കുകയാണ് ഇന്ത്യൻ സേനകൾ ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ എന്തായാലും രാജസ്ഥാനിൽ ഒരു പാകിസ്ഥാനി പൈലറ്റ് ഇന്ത്യയുടെ കസ്റ്റഡിയിൽ വന്നിരിക്കുകയാണ്. അതിസാഹസമായിരുന്നു പാകിസ്ഥാന്റേത്. ഡ്രോണുകളും മിസൈലുകളും ആളില്ലാ വിമാനങ്ങളും മാത്രമായിരുന്നില്ല. പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയുടെ അതിർത്തിയിൽ കടന്നു കയറി ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ തകർക്കാൻ ശ്രമിച്ചു. അതിനിടയിലാണ് ഈ പാകിസ്ഥാനി പൈലറ്റ് പിടിയിലായിരിക്കുന്നത്. അതെ, അങ്ങനെയാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. ഇപ്പോൾ രഹസ്യാന്വേഷണ ഏജൻസികളെല്ലാം കോട്ട് ചെയ്തുകൊണ്ടാണ് ചില മാധ്യമങ്ങൾ ഇപ്പോൾ ഈ റിപ്പോർട്ട് നൽകുന്നത്. അതായത് പാകിസ്ഥാനി പൈലറ്റ് പിടിയിൽ എന്നുള്ള റിപ്പോർട്ട് ഇപ്പോൾ ചില മാധ്യമങ്ങൾ നൽകുന്നത് രഹസ്യാന്വേഷണ ഏജൻസികളെ ഉദ്ധരിച്ചാണ്. അതുകൊണ്ട് പാകിസ്ഥാനി പൈലറ്റിനെ ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കാൻ, ജയ്സാൽമീറിൽ കസ്റ്റഡിയിലെടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. തീർച്ചയായിട്ടും നമുക്കറിയാം, ബാലാകോട്ടിലേക്ക് നടന്ന ആക്രമണത്തിന് ശേഷം പിന്നീട് പിറ്റേന്ന് പാകിസ്ഥാൻ ഇതേ രീതിയിലുള്ള ഒരു ആക്രമണം ഇന്ത്യക്ക് നേരെ നടത്തിയിരുന്നു. അന്ന് ജമ്മു കാശ്മീരിന്റെ അതിർത്തിയിലേക്ക് പാകിസ്ഥാന്റെ സേനകൾ എത്തിയിരുന്നു, പാകിസ്ഥാന്റെ വിമാനങ്ങൾ എത്തിയിരുന്നു. ആ സമയത്ത് ആ വിമാനങ്ങളെ തുരത്തുകയും പാകിസ്ഥാന്റെ ഒരു F-16 വിമാനം വെടിവെച്ച് ഇടുകയും ചെയ്തു. അന്ന് വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാനാണ് ആ ഒരു ധീര
നടപടിക്ക് നേതൃത്വം നൽകിയത്. എന്തായാലും അതിന് ശേഷമാണ് വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാൻ പാകിസ്ഥാന്റെ പിടിയിലാവുകയും പിന്നീട് ഇന്ത്യയും പാകിസ്ഥാനുമൊക്കെ ചർച്ചയൊക്കെ നടത്തുകയും പാകിസ്ഥാൻ അവസാനം ഭയന്ന് ആ ഉദ്യോഗസ്ഥനെ മോചിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. എന്തായാലും അതിനുശേഷം ഇപ്പോൾ കിട്ടുന്ന ഒരു വിവരം ഒരു പാകിസ്ഥാനി പൈലറ്റ് ഇപ്പോൾ ഇന്ത്യയുടെ കസ്റ്റഡിയിലേക്ക് ആയിരിക്കുന്നതാണ്. 2 JF-17 വിമാനങ്ങൾ, ഒരു F-16 വിമാനം എന്നിവ ഇപ്പോൾ ഇന്ത്യ തകർത്തിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ ഇന്ത്യക്ക് ഈ ഒരു പൈലറ്റിനെ അറസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. F-16 വിമാനം കൂടി തകർത്തു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്ക് അത് വലിയ നേട്ടം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പാകിസ്ഥാന്റെ F-16 വിമാനം അടക്കം തകർത്തതിന് ശേഷമാണ് ഇപ്പോൾ ഒരു ഇന്ത്യ പാകിസ്ഥാനി പൈലറ്റിനെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. എന്തായാലും രാജസ്ഥാനിൽ നിന്ന് കാര്യത്തിലുള്ള കൂടുതൽ വിവരങ്ങൾ വരേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ ഇന്ത്യക്ക് അങ്ങനെ ഒരു പൈലറ്റിനെ കൂടി പിടികൂടാൻ കഴിഞ്ഞെങ്കിൽ അത് വലിയ ഒരു നേട്ടമാണ്. അത് ബാലാക്കോട്ടിനുള്ള വലിയൊരു മറുപടി കൂടിയായി അത് മാറും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം അന്ന് പാകിസ്ഥാൻ ഇപ്പോഴത്തെ സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിലേക്കും പാകിസ്ഥാനെ പിൻവാങ്ങാൻ നിർബന്ധിതമാക്കുന്നതിലേക്കും ഒക്കെ നയിക്കാൻ സാധ്യതയുള്ള ഒരു വിവരമാണ് പ്രശാന്ത് പങ്കുവെക്കുന്നത്. പ്രശാന്ത്, ദില്ലിയിൽ എന്ത് നടക്കുന്നു? നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. സേനാ മേധാവിമാരെ പ്രതിരോധ മന്ത്രി കാണുന്നു. ഒപ്പം വിദേശകാര്യമന്ത്രി യൂറോപ്യൻ യൂണിയന്റെയും അമേരിക്കയുടെയും അടക്കമുള്ള വിദേശകാര്യ പ്രതിനിധികളുമായി കൂടിയാലോചനകൾ നടത്തുന്നു. അവർക്ക് മറുപടി നൽകുന്നു. ഏറ്റവും ഒടുവിൽ അറിഞ്ഞത് അമേരിക്ക പാകിസ്ഥാനോട് അടിയന്തരമായി ഈ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടുവെന്നാണ്.